പ്ലാന്റ് കിങ്ഡത്തിലെ ഫൈനൽ ഡിവിഷനാണ് ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആൻജിയോസ്പേംസിനെ കുറിച്ചാണ്. അപ്പം ഇതിനു മുന്നിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ 4 ബാക്കി ഡിവിഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആൽഗി, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ലാസ്റ്റ് വണ്ണാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ഗ്രൂപ്പ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഇതുവരെ നമ്മൾ ഫ്ലവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പം ഫ്ലവർ പ്രസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഡിവിഷനാണ് ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം ഞാൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡ്സ് ആണ്, വിച്ച് മീൻസ് അവരുടെ സീഡ്സ് കവേർഡ് അല്ല ബൈ യൂസിങ് എ ഫ്രൂട്ട് അല്ലെ ഫ്രൂട്ടോ ഇല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വാളോ കൊണ്ട് കവേർഡ് അല്ലാത്ത സീഡ്സ് ആയിരുന്നു. എന്നാൽ ആൻജിയോസ്പേംസിൻ്റെ സീഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ആൻജിയോസ്പേംസും ജിംനോസ്പേമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ആൻജിയോസ്പേംസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പം ഫ്ലവേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ആൻജിയോസ്പേംസിലുള്ളത്? ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. സോ ഫ്ലവേഴ്സ് ആർ ദി സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം. അപ്പം ഈ ഫ്ലവറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആൻജിയോസ്പേംസ് റീപ്രൊഡക്ഷൻ നടത്തുന്നതും അതിൻ്റെ പുതിയ പ്ലാന്റ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആൻജിയോസ്പേംസ്, ആൻജിയോ മീൻസ് എന്താണ്, കവേർഡ് ആണ്, ആൻഡ് സ്പേമ മീൻസ് സീഡ്സ്. അവരുടെ സീഡ്സ് കവേർഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് കവേർഡ് ആയിരിക്കുന്നത്? ഫ്രൂട്ട്സ് കൊണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട്സ് എടുത്താലും മാംഗോ, ജാക്ക് ഫ്രൂട്ട്, സ്ട്രോബെറി, ബനാന, എന്ത് ഫ്രൂട്ട് എടുത്താലും അതിൻ്റെ ഉള്ളിലായിരിക്കും സീഡ് ഉണ്ടാവുക. ഫ്രൂട്ടിനകത്ത് സീഡ്സ് കവേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ ഫ്രൂട്ടും അതുപോലെ തന്നെ സീഡൊക്കെ കിട്ടുന്നത്? അതായത് ഫ്ലവറിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഓവറി ഫെർട്ടിലൈസേഷന് ശേഷം, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓവറിക്കകത്തുള്ള ഒവ്യൂളുകൾ ഫെർട്ടിലൈസേഷന് ശേഷം സീഡ്സ് ആയിട്ട് മാറുന്നു. ഇനി ആൻജിയോസ്പേംസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പം എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് നമുക്കിനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിൽ മാത്രം കാണുന്ന ഒരു യുണീക്ക് ഫീച്ചറാണ്. ഓക്കെ, ഇനി ആൻജിയോസ്പേംസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റാണ് വൂൾഫിയ. ഓക്കെ, അപ്പം ഏറ്റവും സ്മോളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റാണ് വൂൾഫിയ. ഇതുപോലെ തന്നെ ടോൾ ട്രീ ആയിട്ടുള്ള ഓവർ 100 മീറ്റർ വരെ ഹൈറ്റ് വരുന്ന യൂക്കാലിപ്റ്റസ് പോലുള്ളത് വരെ ആൻജിയോസ്പേംസിലുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് കമ്പാരിറ്റീവ് ഗ്രൂപ്പ്സിനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആൻജിയോസ്പേംസിനെയാണ്. ഇപ്പോൾ ഫ്ലവറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ഒരു ആൻജിയോസ്പേംസ് ആണെന്ന് മനസ്സിലാവും. ഇനി ഇതിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോസസ്സ് ആവശ്യമാണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമേറ്റ് ടു ഫീമെയിൽ ഗ്യാമേറ്റ്. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ, ഈ ഒരു ഫ്യൂഷൻ അവർ തമ്മിൽ കൂടിച്ചേരുള്ളൂ. അപ്പം ആ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് പോളിനേഷൻ. അപ്പം മെയിൽ ഗ്യാമേറ്റ്, അതായത് ഒരു ഫ്ലവറിൽ നിന്നുള്ള മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റിലോട്ട് എത്തി അത് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രാൻസ്ഫറാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം പോളിനേഷൻ ഒരിക്കലും നോർമലി നടക്കില്ല. അതിന് ചില പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ഹെൽപ്പ് വേണം. ഫോർ എക്സാമ്പിൾ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാവിധ പ്രാണികളും, ബേർഡ്സ്, വാട്ടർ, വിൻഡ്. ഓക്കെ, അപ്പം ഇൻസെക്റ്റൊക്കെ ഈ നെക്ടർ, അതായത് പൂവിനകത്തുള്ള തേൻ കുടിക്കാനായി വരുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഈ പറഞ്ഞ മെയിൽ ഗ്യാമേറ്റ് പറ്റിപ്പിടിക്കുകയും അവർ മറ്റൊരു ഫ്ലവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഗ്യാമേറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യപ്പെടുന്നു. സോ അതാണ് പോളിനേഷൻ. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസ് ഏതൊക്കെയാണ്? ഇൻസെക്റ്റ്, ബേർഡ്സ്, വാട്ടർ, വിൻഡ്. ഓക്കെ, അപ്പോൾ കാറ്റിൻ്റെ ഹെൽപ്പോടു കൂടിയും ഈ ഒരു ഗ്യാമേറ്റുകൾക്ക് പറന്നു പോവാം, ഇല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാം. ഇതെല്ലാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗ്യാമേറ്റ്സിൻ്റെ ഒരു ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ആൻജിയോസ്പേംസിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസസ് ഉണ്ട്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നമ്മൾ ഫുഡായി എടുക്കുന്നുണ്ട്,
ഫോഡർ എന്ന് പറയുന്നത് തീറ്റ പുല്ലുകൾ അല്ലേ, നമ്മുടെ കന്നുകാലികൾക്കൊക്കെ തീറ്റയായി കൊടുക്കുന്നുണ്ട്. ഫ്യുവലായി എടുക്കുന്നുണ്ട്, കാരണം ഈ മരത്തിൻ്റെ വിറകുകൾ നമ്മൾ ഫ്യുവലായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് നമുക്ക് ആൻജിയോസ്പേംസിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് നോക്കുകയാണെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇനി ആൻജിയോസ്പേംസിനെ നമുക്ക് 2 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഡിവിഷൻ ആൻജിയോസ്പേംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ക്ലാസ്സസ്, മോണോകോട്ട്സ് ആൻഡ് ഡൈക്കോട്ട്. ഓക്കെ, അപ്പോൾ മോണോകോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സീഡിനകത്ത് ഒരു കോട്ട്ലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ഗ്രാസസ്, വീറ്റ്, റൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മളൊരു നെല്ല് പൊളിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സിംഗിൾ സീഡ് മാത്രമേ, ഒരു കോട്ടുള്ള സീഡ് മാത്രമേ, കോട്ട്ലിഡനുള്ള സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മോണോകോട്ട്. ഈ ഡൈക്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീഡ്സിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 2 കോട്ട്ലിഡൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, നമ്മളൊരു കടല എടുക്കുകയാണ്, ഈ പയർ എടുക്കുകയാണ്, അതിൻ്റെയൊക്കെ വിത്ത് തുറന്ന് നോക്കുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് 2 കോട്ട്ലിഡൻസ് കിട്ടും അല്ലേ. അപ്പം അങ്ങനെയുള്ളതാണ് ഡൈക്കോട്ട്. അപ്പം ആൻജിയോസ്പേംസിന് 2 ക്ലാസ്സസ് ഉണ്ട്, മോണോകോട്ടും ഡൈക്കോട്ടും. ഇനി നമുക്ക് മോണോകോട്ടിനെയും ഡൈക്കോട്ടിനെയും ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫസ്റ്റ് മോണോകോട്ടിന് ഒരു സീഡ് കൊടുത്തിട്ടുണ്ട്. ആ സീഡ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചോളമാണ്. ഇപ്പുറത്തെ ഡൈക്കോട്ടിലൊരു പയർ മുറിച്ച് വെക്കുമ്പോൾ 2 കോട്ടുണ്ട് അല്ലേ. മോണോകോട്ടിലാണെങ്കിൽ ഒരു സിംഗിൾ കോട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചെടികളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാം. ഇനി മോണോകോട്ടിനെയും ഡൈക്കോട്ടിനെയും നമുക്ക് അവരുടെ ലീവ്സ് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഡൈക്കോട്ടിൻ്റെ ലീഫിൽ അതിൻ്റെ വെയിനുകൾ കണ്ടോ, ആ ലീഫിൽ ഒരുപാട് വെയിൻസ് ഉണ്ട് അല്ലേ. ഈ വെയിനുകൾ ഒരു നെറ്റ്വർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. വീനേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആണ്. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പോലെയാണ് ഈ വെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത്. ഇനി മോണോകോട്ടിൽ നോക്കൂ, വെയിൻസ് പാരലായിട്ട് അഥവാ സമാന്തരമായി ഒന്നിനെ ക്രോസ് സെക്ട് ചെയ്യാതെ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന വെയിനുകളാണ്. അപ്പം ഇത്തരത്തിലുള്ള വീനേഷനെ നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയും. പാരലൽ വീനേഷൻ മെയിനായിട്ട് മോണോകോട്ടിലാണ്. അപ്പം നിങ്ങൾ ഓല എടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ നെല്ലിൻ്റെയോ ഒക്കെ ലീഫൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പാരലൽ വീനേഷൻ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് അവർക്ക് പേരിടാം. ഓക്കെ, ഇപ്പോൾ മോണോകോട്ട് കൂടുതലും ട്രൈമീറസ് ആയിരിക്കും. ട്രൈമീറസ് എന്ന് പറഞ്ഞാൽ 3 പെറ്റലുകൾ, 3 ഇതളുകളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളവരെ ട്രൈമീറസ് എന്ന് വിളിക്കും. ഡൈക്കോട്ടിൽ ടെട്രാമീറസ് വരാറുണ്ട്, വിച്ച് മീൻസ് 4 പെറ്റൽസ്, 4 എതളുകൾ ഉള്ളത് കൊണ്ട് ടെട്രാമീറസ് ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെമ്പരത്തി എടുക്കുകയാണെങ്കിൽ അതിൽ 5 പെറ്റലുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ പെൻറ്റാമീറസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പെറ്റൽസ് നമുക്ക് ഫ്ലവറിനെ ട്രൈമീറസ് ഫ്ലവർ, ടെട്രാമീറസ് ഫ്ലവർ, പെൻറ്റാമീറസ് ഫ്ലവർ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ട്രൈ 3, ടെട്രാ 4, പെൻറ്റ 5. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പം ഒരു ഫ്ലവറിന് 4 കമ്പോണൻസ് ആണുള്ളത്: കാലിക്സ്, കൊറോള, ആൻട്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻട്രീഷ്യം, ഗൈനീഷ്യം. ഇതിൽ കാലിക്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു ഫ്ലവറിന് അടിയിൽ അത് മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഗ്രീൻ കളർ സാധനമുണ്ട് അല്ലേ, പെറ്റൽ പോലെ ഒരു ഗ്രീൻ കളർ ഉണ്ട്. അത് ബഡായിരിക്കുമ്പോൾ, മൊട്ടായിരിക്കുമ്പോൾ ആ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതാണ് കാലിക്സ്. കൊറാള എന്ന് പറയുന്നത് ആക്ച്വലി പെറ്റലാണ്. പെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളേർഡ് ആയിരിക്കും. യെല്ലോ കളർ ഉണ്ടായിരിക്കും, വൈറ്റ്, റെഡ്, ബ്ലൂ, പിങ്ക്, ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും. അതാണ് കൊറോള. കൊറോള ആക്ച്വലി എന്താണ്? പെറ്റൽസ് ആണ്. എന്താണ് ഇവരുടെ ഫങ്ഷൻ? ടു അട്രാക്റ്റ് ഇൻസെക്റ്റ്, അതായത് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെയും ബട്ടർഫ്ലൈസിനെയും ഹണി ബീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുക. കാരണം ഇവർ ഭയങ്കര കളേർഡ് ആയിരിക്കും അല്ലേ, ആ കളർ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോളിനേറ്റിംഗ് ഏജൻസ് ഇവരുടെ അടുത്തേക്ക് എത്താറുണ്ട്. ദെൻ ആൻട്രീഷ്യം. ആൻട്രീഷ്യം എന്ന് പറയുന്നത് ആക്ച്വലി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻട്രീഷ്യം. അപ്പോൾ ഒരു ഫ്ലവറിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവുമല്ലോ, അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻട്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഗൈനീഷ്യം. ഇതിലെ കാലിക്സ് ആൻഡ് കൊറോണയെ നമ്മൾ നോൺ എസെൻഷ്യൽ പാർട്സ് എന്നും
ഗൈനീഷ്യത്തിനെയും ആൻഡ്രീഷ്യത്തിനെയും എസെൻഷ്യൽ പാർട്ട് എന്നും വിളിക്കുന്നു. കാരണം എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഇവർ അത്യാവശ്യമാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അത്യാവശ്യമായതുകൊണ്ട് അവരെ നമ്മൾ എസെൻഷ്യൽ പാർട്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ്രീഷ്യമാണ്. അതിലെ മെയിൽ സെക്സ് ഓർഗണിൻ്റെ പേരാണ് സ്റ്റേമൻ. അപ്പോൾ സ്റ്റേമൻ മെയിൽ സെക്സ് ഓർഗൺ ആണ്. സ്ട്രക്ചർ ഏതാണ്? ആൻഡ്രീഷ്യം. അതിൽ വരുന്നതാണ് സ്റ്റേമൻ. ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൺ ആണ് കാർപ്പൽ ഓർ പിസ്റ്റൽ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്? ഗൈനീഷ്യം. അതിൻ്റെ സെക്സ് ഓർഗൺ ആണ് കാർപ്പൽ ഓർ പിസ്റ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ഒരു സ്റ്റേമനെ എടുത്ത് നോക്കാം. അപ്പോൾ സ്റ്റേമൻ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നത്, നമുക്കൊരു ചെമ്പരത്തി എടുക്കുകയാണെങ്കിൽ, ഹൈബിസ്കസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ്സിലായി കാണുന്ന ആ യെല്ലോ കളർ പൗഡറിൻ്റെ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമന് ഒരു ലോങ് സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ പേര് ഫിലമെൻറ്റ്. അതിൻ്റെ ടിപ്പിലായിട്ടൊരു ബൾബ് പോലത്തെ 2 ലോബുള്ള സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ പേരാണ് ആന്തർ. ഓക്കെ, അപ്പോൾ ഫിലമെൻറ്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് ഒരു മെയിൽ സെക്സ് ഓർഗൺ ആയിട്ടുള്ള സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇനി ആന്തറിനകത്ത് നമ്മളതിനെ സെക്ഷൻ എടുക്കുക, ക്രോസ് സെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു 4 ചേമ്പർ കാണുന്നുണ്ടോ? ഈ ചേമ്പറിൻ്റെ പേരാണ് പൊള്ളൻ സാക്സ്. എന്താണ്? പൊള്ളൻ സാക്സ്. സോ ദ മെയിൽ സെക്സ് ഓർഗൺ സ്റ്റേമൻ ഇസ് കൺസിസ്റ്റ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. Inside the anther, there is a 4 sac structure which is called pollen sacs or microsporangia. ഇനി നമുക്ക് ഫീമെയിൽ സ്ട്രക്ചർ ആയിട്ടുള്ള കാർപ്പലിനെ കുറിച്ച് നോക്കാം. കാർപ്പൽ എന്നും വിളിക്കാം, ഇല്ലെങ്കിൽ പിസ്റ്റൽ എന്നും വിളിക്കാം. ഇതിന് 3 പാർട്ടാണുള്ളത്. സ്റ്റിഗ്മ, അതുപോലെ അതിന് തൊട്ട് താഴെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈല്, താഴെ ഓവറി. ഓക്കെ, അപ്പോൾ ഈ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഈ ഓവറിയുടെ അകത്ത് നോക്കൂ, കുറേ ഒരു ഫ്ലവേഴ്സ് പോലത്തെ ഒരു സ്ട്രക്ചർ കണ്ടോ? ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഓവറി. അതാണ് ഒവ്യൂളുകൾ. ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഓരോന്നും എന്താണ്? ഒവ്യൂൾസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റലിന് 3 സ്ട്രക്ചർ ഉണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റേമൻ 2 സ്ട്രക്ചറാണ്, ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ഓക്കെ, ഇനി ആന്തറിനകത്ത്, അതായത് നമ്മൾ നേരത്തെ കാണിച്ചു അല്ലേ, മെയിൽസിലെ ആന്തറിനകത്ത് പൊള്ളൻ സാക്സ് ഉണ്ട്. ഈ പൊള്ളൻ സാക്സിനകത്ത് പൊള്ളൻ മദർ സെല്ലുകളുണ്ട്. അവരിൽ മിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഡിവിഷൻ നടന്ന് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഓക്കെ, എന്താണ്? പൊള്ളൻ സാക്സിനകത്ത് മിയോസിസ് നടന്ന് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. ഈ പൊള്ളൻ ഗ്രെയിൻസ് വിൻഡ് വഴിയോ അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ വഴിയോ നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എത്തുകയാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള കാർപ്പലിൻ്റെ അപ്പർ പോർഷനായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പൊള്ളൻ ഗ്രെയിൻസ് കണ്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളൊരു ഹൈബിസ്കസ് ചെമ്പരത്തി എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു യെല്ലോ കളർ പൗഡർ ഉണ്ട് അല്ലേ, ആ പൗഡറാണ് ആക്ച്വലി പൊള്ളൻ ഗ്രെയിൻ. ഇതിന് നമ്മൾ പൊള്ളൻ ഗ്രെയിനെ മെയിൽ ഗാമറ്റോ ഫൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ, ഫീമെയിൽ സെക്സ് ഓർഗണായിട്ടുള്ള കാർപ്പലിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. ഇനി സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന ഈ ഒരു പൊള്ളൻ ഗ്രെയിന് ആദ്യം നമ്മുടെ സ്റ്റിഗ്മ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും പൊള്ളൻ ഗ്രെയിന് അവിടെ നിന്ന് ഒരു പൊള്ളൻ ട്യൂബ് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈ പൊള്ളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈല് വഴി ഓവറിക്കകത്തുള്ള എംബ്രിയോസാക്കിനകത്തേക്ക് കയറുകയാണ്. അപ്പം ഈ എംബ്രിയോസാക്കിനകത്ത് എഗ്ഗുമുണ്ട്, അതുപോലെ തന്നെ പോളാർ ന്യൂക്ലിയമുണ്ട്. അപ്പം ആക്ച്വലി ഒരു പൊള്ളൻ ഗ്രെയിനിൽ നിന്ന് 2 മെയിൽ ഗാമേറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇവിടെയാണ് നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പൊള്ളൻ ഗ്രെയിനിൽ നിന്നുണ്ടാവുന്ന പൊള്ളൻ ട്യൂബിലേക്ക് 2 മെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഒരു മെയിൽ ഗാമേറ്റ് നമ്മുടെ ഓവറിക്കകത്തുള്ള ഒവ്യൂളിനകത്തുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു മെയിൽ ഗാമേറ്റും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ ഒരു ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗമി. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മെയിൽ ഗാമേറ്റ് നമ്മുടെ ഒവ്യൂളിനകത്തെ എംബ്രിയോസാക്കിനകത്ത് ഒരു സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ട്. ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അതാണ് എന്നിട്ടുണ്ടാവുന്ന സ്ട്രക്ചറാണ് പ്രൈമറി എൻഡോസ്പേം. അപ്പം ആ ഒരു ഫ്യൂഷനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ആക്ച്വലി പൊള്ളൻ ഗ്രെയിനിൽ നിന്ന് 2 മെയിൽ ഗാമേറ്റ് വരുന്നുണ്ട്. ഒരു മെയിൽ ഗാമേറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേമനായിട്ടുള്ള
ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഗാമേറ്റ് ആയിട്ടുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്, അത് സിങ്കമി. മറ്റേ ഫ്യൂഷൻ എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. മെയിൽ ഗാമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം. ഇങ്ങനെ 2 ടൈപ്പ് ഫെർട്ടിലൈസേഷൻ അഥവാ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആൻജിയോസ്പേംസിൻ്റെ ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സിങ്കമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് എന്താണ് സിങ്കമി, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ, എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ള ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിൽ മാത്രം കാണുന്ന ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്കമി വഴി ഉണ്ടാവുന്ന സൈഗോട്ട്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് സിങ്കമി വഴി ഉണ്ടാവുന്ന സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഇനി അറ്റ് ദ സെയിം ടൈം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അതിനെ നമുക്ക് ചുരുക്കി പെൻ എന്ന് വിളിക്കാം, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അത് ഡെവലപ്പ് ചെയ്തിട്ട് എൻഡോസ്പേം ആയിട്ടാണ് മാറുന്നത്. അപ്പം സൈഗോട്ട് എംബ്രിയോ ആയിട്ടും പെന്ന് എൻഡോസ്പേമായിട്ട് മാറുന്നു. ഈ എൻഡോസ്പേം നമ്മുടെ എംബ്രിയോയിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ എംബ്രിയോയ്ക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് കൊടുക്കുക, അതാണ് നമ്മുടെ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി എംബ്രിയോ സാക്കിനകത്ത് നമ്മുടെ എഗ്ഗും പോളാർ ന്യൂക്ലിയവും അല്ലാതെ വേറെ കുറച്ച് സെല്ലുകളും കൂടിയുണ്ട്, സൈനർജിറ്റ്സ്, ആൻറ്റിപോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരൊക്കെ പിന്നീട് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് എംബ്രിയോയും എൻഡോസ്പേമും ആണ്. ദെൻ ഇതോടുകൂടി നമ്മുടെ ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ് ആവുന്നു അല്ലേ. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈ ഓവറി എന്തായിട്ട് മാറും? അത് ഫ്രൂട്ടായിട്ടും അതിനകത്തുള്ള ഒവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡ്സ് ആയിട്ടും മാറുന്നു. ഇതാണ് ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ആൻജിയോസ്പേംസിനെ കുറിച്ചാണ്. ആൻജിയോസ്പേംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഫ്ലവേഴ്സാണ്. ഫ്ലവർ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിൻ്റെ ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റേമൻ, പിസ്റ്റിൽ, കാർപ്പൽ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.